വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ജയറാമും നന്ദിനിയും ഇപ്പോൾ പരസ്പരം പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ജയറാമിൽ നിന്നും നന്ദിനി ഒഴിഞ്ഞു മാറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ജയറാമിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി നന്ദിനി ജയറാമിന്റെ അരികിലിരിക്കുകയും ജയറാമിന്റെ വാക്കുകൾ കേട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വാക്കുകളിൽ ഇപ്പോൾ നന്ദിനി ഒരുപാട് സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് നന്ദിനി എന്റെ പഴയ ദേവിയെ കണി കണ്ട് ഉണരണം. ദേവി തന്നെ എന്നെ വിളിച്ചുണർത്തുകയും ചെയ്യണം. മറ്റാര് വിളിച്ചാലും ഞാൻ ഉണരില്ല എന്നും ജയറാം ഇപ്പോൾ നന്ദിനിയോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ നന്ദിനി അവിടെ നിന്ന് പോകുന്നു. ജയറാം ആണെങ്കിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. മെയിൽ നഴ്സ് റോബിൻ കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോണിൽ അപ്പോഴൊരു വിളി വന്നു. പരുങ്ങലോടെ അദ്ദേഹം ഫോണുമായി പുറത്തേക്ക് പോയി. ആ ഇന്ദ്രജിയുടെ ആള് തന്നെ ഇന്ന് തന്നെ ഇയാളെ രാവിലെ വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങോട്ട് കേട്ടാൽ മതി. നിന്നെ ഏൽപ്പിച്ച ജോലി വേഗം ചെയ്ത് അവിടുന്ന് സ്ഥലം വിടാൻ നോക്കുക എന്ന് അയാൾ പറയുന്നു. ശരിയെന്ന് ഈ റോബിനും പറയുന്നു. അങ്ങനെ അവർ ഫോൺ വെച്ചു. ഇതിലേക്ക് വന്ന് ജയറാം ഉറങ്ങിയോ എന്ന് നോക്കുകയാണ് റോബിൻ. ഇയാളെ നല്ല ഉറക്കമായെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ കാര്യം നടപ്പിലാക്കാമെന്ന് റോബിൻ മനസ്സിൽ വിചാരിച്ചു. ലൈറ്റ് ഓഫ് ചെയ്തു. ആരാ ലൈറ്റ് ഓഫ് ചെയ്തത് എന്ന് ജയറാം ചോദിച്ചപ്പോൾ ഞാനാണ് സാർ. റോബിനും പറയുന്നു. തന്നോട് ആര് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യാനെന്ന് ജയറാം വീണ്ടും ചോദിക്കുന്നുണ്ട്. വെളിച്ചമില്ലാതെ കിടക്കാൻ പറ്റില്ല, ലൈറ്റ് ഓൺ ചെയ്യണോ എന്ന് ജയറാം ദേഷ്യത്തോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് പ്രശ്നമാവുമല്ലോ, ഇയാളിങ്ങനെ വെളിച്ചത്തേക്ക് കിടക്കുമെന്ന് വെച്ചാൽ ആ പ്ലാൻ വർക്കൗട്ട് ആവില്ല. പെട്ടെന്ന് കണ്ണടച്ച് കിടക്കുകയാണ് ജയറാം. മുന്നിൽ ഉറങ്ങിയെന്ന് നടിക്കുകയാണ് ഇപ്പോൾ റോബിനും. റോബിന്റെ ഫോൺ ബെല്ലടിച്ചു. ഇത് എന്തൊരു ശല്യമാണോ എന്ന് ജയറാം ചോദിക്കുന്നുണ്ട്. എന്നെ നോക്കാൻ വന്ന താനിപ്പോൾ എനിക്ക് ഉപദ്രവമായല്ലോ എന്നും ജയറാം പറയുന്നു. സോറി സാർ എന്ന് റോബിൻ. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നുറങ്ങാൻ നോക്കടോ എന്ന് ജയറാം പറയുന്നു. അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് റോബിൻ ഇപ്പോൾ കിടന്നു. കൊല്ലണമെങ്കിൽ അല്പം ബലപരീക്ഷണം വേണ്ടി വരുമെന്ന് റോബിൻ മനസ്സിൽ വിചാരിച്ചു. മൈഥിലിയും വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് മെണീറ്റിരിക്കുകയാണ് മൈഥിലി. എനിക്ക് പെട്ടെന്ന് തലകറക്കം വന്നതും ഞാൻ മയങ്ങിപ്പോയതും എന്തുകൊണ്ടാണെന്ന് മൈഥിലി വിചാരിക്കുന്നു. മൈഥിലി പുറത്തേക്ക് ഇറങ്ങി വന്നു. ക്ഷീണം ഇപ്പോഴും തീർത്തും മാറിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും മൈഥിലി ഓർക്കുന്നു. നേരത്തെ ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല. മുത്തശ്ശൻ കൊണ്ടുവന്ന കാപ്പി മാത്രമേ കുടിച്ചുള്ളായിരുന്നല്ലോ. ആ കാര്യം മൈഥിലി ഓർക്കുന്നു. എന്തിനാ പതിവില്ലാതെ എനിക്ക് കാപ്പി കൊണ്ടു തന്നത്? കാപ്പി കുടിച്ചതിന് ശേഷമാണ് എനിക്ക് തലകറക്കം വന്നത്. മൈഥിലി വീണ്ടും വീണ്ടും ആ സംഭവം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ശേഷം മൈഥിലി ആ ഊഞ്ഞലിലേക്ക് വന്നിരുന്ന് വീണ്ടും ആ കാര്യങ്ങൾ ആലോചിക്കുന്നു. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ എല്ലാവരും കൂടി ചെയ്യുന്ന പരിപാടി തന്നെയാണിത്, സംശയിക്കണ്ട. എന്നിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട്. അയാളെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. മൈഥിലി മനസ്സിൽ വിചാരിച്ചു. ഈ സമയം ജയറാം നല്ല ഉറക്കത്തിലായി കഴിഞ്ഞിരിക്കുന്നു. സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടില്ലായിരുന്നു. ഫോൺ സൈലന്റിലായിരുന്നു. ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുകയാണ് ഇന്ദ്രജിയുടെ പോലീസ് ഓഫീസർ. ഓഫീസർ എന്തൊക്കെയോ ആംഗ്യത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ജയറാമിനെ കൊല്ലണമെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ആ പോലീസ് ഓഫീസർ ഈ റോബിന്. എല്ലാത്തിനും ഓക്കെ പറയുകയാണ് റോബിൻ. ഇപ്പോൾ ജയറാമിനെ കാണുകയെ വെക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഒരു പില്ലോ എടുത്തിട്ട് ജയറാമിന്റെ മുഖത്തായി ഇങ്ങനെ അമർത്തുകയാണ് ഇപ്പോൾ റോബിന്. ഇതെല്ലാം വീഡിയോ കോളിലൂടെ അയാൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അമർത്തുന്നു. മരണവെപ്രാളത്താൽ പിടയ്ക്കുകയാണ് ജയറാം. ഈ സമയത്താണ് മൈഥിലി അവിടേക്ക് വരുന്നതും ഈ കാഴ്ച കാണുന്നതും. അയ്യോ ഓടി വരണേ, ഇയാൾ വീടിനെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ഇപ്പോൾ മൈഥിലി. ഫോണുമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് റോബിൻ. മൈഥിലി പിന്നാലെ ഓടുന്നു. കാർത്തി അവിടേക്ക് ഓടി വന്നു. എന്താ മൈഥിലി എന്ന് ചോദിച്ചപ്പോൾ കാർത്തിയോട് പറയുന്നു, ദേ അവിടെ അയാൾ ജയറാം അങ്കിളിനെ കൊല്ലാൻ വന്നതാണ്. അയാളുടെ പിറകെ കാർത്തി ഓടുന്നുണ്ട്. രാജലക്ഷ്മിയും മാലതിയും ഒക്കെ അവിടേക്ക് വന്നു. ജയറാം അങ്കിളിനെ അയാൾ കൊല്ലാൻ നോക്കിയെന്ന് വെപ്രാളത്തോടെ പറയുകയാണ് മൈഥിലി. അയ്യോ എന്റെ മോൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടേക്ക് ഓടിപ്പോവുകയാണ് രാജലക്ഷ്മിയും നന്ദിനിയും. മനുഷ്യനോടെ മാലതി നോക്കുന്നുണ്ട്. ഗേറ്റ് ചാടിക്കടന്ന് പോവുകയാണ് റോബിൻ. ഒരു കമ്പെടുത്ത് റോബിനെ എറിഞ്ഞെങ്കിലും അയാൾക്ക് പിടികൂടാൻ ഇപ്പോൾ കാർത്തിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ കിട്ടും, എടുത്തോളാം ഞാൻ എന്നും കാർത്തി പറയുന്നു. പിന്നെ തിരിച്ച് ജയറാമിന്റെ അരികിലേക്ക് ഓടി വരികയാണിപ്പോൾ. ഓടിപ്പോയെന്ന് ജഗദീഷിനോട് കാർത്തി പറയുന്നു. ജഗദീഷും അവിടേക്ക് ഓടി വന്നിരുന്നു. നീ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും ജയറാമിന്റെ അരികിലേക്ക് പോകുന്നു. ഈ സമയം മീനാക്ഷി ജയറാമിന്റെ അരികിൽ ഉണ്ടായിരുന്നു. വളരെ ഇങ്ങനെ ശ്വാസം പിടിക്കാൻ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ജയറാം. നെഞ്ചയ്ക്ക് തടവി കൊടുക്കുന്നുണ്ട് മീനാക്ഷി. എല്ലാവരും അവിടെ ഓടിയെത്തി. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നും നന്ദിനി പറയുന്നുണ്ട്. സാരമില്ല, അവൻ എന്നെ കൊന്നില്ല എന്ന് ജയറാം പറയുന്നു. മാലതിയും വന്നു അവിടെ. കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ കൊന്നേനെ എന്ന് ജയറാം പറയുന്നു. നീ അന്നേരം ഇവിടെ എന്തിനു വന്നു? ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു, ഞാൻ എനിക്ക് ഉറക്കം വരാഞ്ഞിട്ട് മുറ്റത്തൂടെ നടക്കുകയായിരുന്നു.
അന്നേരവാ അങ്കിളിനെ അവൻ ശ്വാസം മുട്ടിക്കുന്നത് കണ്ടത്. ഇപ്പോൾ മൈഥിലിയോട് പറയുന്നുണ്ട്, താങ്ക്സ് മൈഥിലി, എന്റെ വല്യമ്മാവനെ രക്ഷിച്ചതിന്. മീനാക്ഷിയുടെ അച്ഛൻ എനിക്കും എന്റെ അച്ഛനെ പോലെ തന്നെയാണെന്ന് മൈഥിലി പറയുന്നു. ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നന്ദിനി ചോദിക്കുന്നു. എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് അല്പം സമാധാനത്തോടെ ഇരിക്കുകയാണ് ഇപ്പോൾ രാജലക്ഷ്മി. ഇതിനിടയിൽ മാലതിയെ ശ്രദ്ധിക്കുന്നുണ്ട് ജഗദീഷ്. മാലതിയുടെ മുഖത്തെ ആ കള്ള ലക്ഷണം. നിനക്ക് എന്ത് പറ്റിയെന്ന് ജഗദീഷ് ചോദിക്കുന്നു. ഒന്നുമില്ല, പേടിച്ചു പോയെന്ന് മാലതി കാണിക്കുന്നത്. ആ പോലീസ് ഓഫീസറിന്റെ അരികിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് റോബിൻ. നീ എന്ത് മണ്ടത്തരവാടായി കാണിച്ചത്? വിവരമുള്ളവർ ചെയ്യുന്ന കാര്യമാണോ നീ ചെയ്തത്? ജനൽ അടച്ചിട്ട് ചെയ്താൽ പോരായിരുന്നോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ റോബിൻ പറയുന്നുണ്ട്, ജനൽ അടയ്ക്കരുത് എന്ന്. അന്തരീക്ഷത്തിലെ കാറ്റ് കിട്ടിയാലേ അയാൾക്ക് ഉറക്കം വരൂ എന്നും അയാൾ പകലെ എന്നോട് പറഞ്ഞതായിരുന്നു. അന്തരീക്ഷത്തിലെ കാറ്റ് കൊള്ളാൻ അയാൾ എന്താ തത്തയോ താറാവോ മറ്റോ ആണോ? ഞാൻ പ്രത്യേകം പറഞ്ഞതാ അത് ഒരു കൂട്ടുകുടുംബമാണെന്ന്, ഒരു ഉത്സവത്തിനുള്ള ആളുകൾ ആ വീട്ടിലുണ്ട് എന്നുള്ളതും. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു വേണമെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ. ഇതിങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയില്ല സാർ എന്ന് റോബിൻ പറയുന്നു. ഏതവൾക്കാണ് അവിടെ രാത്രി ഉറക്കമില്ലാത്തത്? നാലയ്ക്ക് അരികിൽ വന്ന് കാറിക്കൂവികളുടെ പേര് എന്താണെന്നും ചോദിക്കുന്നു. അവളുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. അയാൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ, ആ പെണ്ണ് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ അവിടുത്തെ ഒരു സംസ്കാരം ഇന്ന് നടന്നേനെ എന്നും റോബിൻ പറയുന്നു. അവൾ വരുന്നതുവരെയെല്ലാം കൃത്യമായിരുന്നു സാറ്, വീഡിയോ കോളിലൂടെ എല്ലാം കണ്ടതല്ലായിരുന്നോ? അവളാണ് നമ്മുടെ പ്ലാൻ തകർത്തത് എന്നും റോബിൻ പറയുന്നു. ആരാത് എന്ന് ഓഫീസർ ചോദിച്ചപ്പോൾ മൈഥിലിയെ കുറിച്ച് ഓർക്കുകയാണ് ഇപ്പോൾ റോബിൻ. അവള് നിന്നെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റോബിൻ പറയുന്നു, പിന്നെ കണ്ടോ, ജയറാമനെ കൊല്ലാൻ ശ്രമിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അവള് കണ്ടു. എങ്കിൽ സംഗതിയാകെ ഗുരുതരമാണ്. ACPയുടെ വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. നിന്നെ അവരെല്ലാം കാണുകയും ചെയ്തു. ഉറപ്പായിട്ടും നിന്നെ പോലീസ് പൊക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ റോബിൻ പറയുന്നു, അയ്യോ സാറേ, എന്നെ കൈവിടല്ലേ സാറേ. പോലീസ് പിടിച്ചാൽ നീ എന്റെയോ മേഡത്തിന്റെയോ പേരോ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് നീ അവരോട് മിണ്ടി പോകരുതെന്നും അവർ പറയുന്നു. എന്നാ പിന്നെ ഞങ്ങൾ അകത്താകുമെന്ന് പറഞ്ഞപ്പോൾ റോബിൻ പറയുന്നുണ്ട്, സാറിന് അറിയാലോ, സാറിനെ പോലെ ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹവും. അയാൾ കേസ് തെളിയിക്കാൻ എന്തും ചെയ്യും. ചെയ്താൽ വേദന കൊണ്ട് ഞാൻ ചിലപ്പോൾ സത്യം പറഞ്ഞു പോകും പോലീസിനോട് എന്ന് റോബിൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. പോലീസിൽ ആളുകൾ എനിക്കുമുണ്ട്. നീ ഞങ്ങളുടെ പേര് പറയാതിരുന്നാ മതി. നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം. നിന്നോട് പറഞ്ഞ രൂപയും ഞങ്ങൾ തരും. ഏതോ ഒരാൾ ഒരു തടിക്കഷ്ണം എടുത്തെറിഞ്ഞു. മുതുക് തകർന്നു പോയെന്ന് റോബിൻ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഓഫീസർ പറയുന്നുണ്ട്, നെറ്റി തടക്കിട്ടാണ് കൊണ്ടതെങ്കിൽ നിന്റെ സംസ്കാരം ഇപ്പോൾ പൊതു ശ്മശാനത്തിലായിരുന്നേനെ. എന്തായാലും ചെമ്പകമംഗലത്ത് രാത്രി ഉറക്കം മുളിച്ചു കിടന്ന ആ പെണ്ണ് ഏതാടാ? ഇതാണോ ആ പെണ്ണെന്ന് മീനാക്ഷിയുടെ ഫോട്ടോ കാണിച്ചു ചോദിക്കുമ്പോൾ റോബിൻ പറയുന്നു, ഇതല്ല, ഇത് മീനാക്ഷി, കാർത്തിക് സാറിന്റെ ഭാര്യ, ജയറാമിന്റെ മോള് കാണിക്കുന്നു. അത് കണ്ട് റോബിൻ പറയുന്നു, ഇത് സാവിത്രി. പറയുന്നത് കേട്ടിട്ട് ആ ഓഫീസർ പറയുന്നു, ആഹാ, ഒറ്റ ദിവസം കൊണ്ട് നീ അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം അങ്ങ് പഠിച്ചല്ലോ. അടുത്ത ആളെ കാണിക്കുന്നു. മാലതിയെ കാണിക്കുന്നുണ്ട്. മാലതി ഇതല്ല, വേറൊരു സുന്ദരിയാണ്. അവിടെ ഏതാ വേറൊരു സുന്ദരി പെണ്ണ്? അവൾക്ക് തലകറക്കം ഇടയ്ക്ക് വന്നായിരുന്നു. ഞാനാണ് അവൾക്ക് മരുന്ന് കുറിച്ച് കൊടുത്തത് എന്നും റോബിൻ പറയുന്നു. അവളോട് എല്ലാവർക്കും വെറുപ്പാണ്. ആരും അവളോട് മിണ്ടാറ് പോലും ഇല്ല എന്നും റോബിൻ പറയുന്നു. നീ പൊയ്ക്കോ, കുറെ നാളത്തേക്ക് നീ ഇവിടെയെങ്കിലും നിൽക്കണ്ട, ബാംഗ്ലൂർ പൊയ്ക്കോ, ക്യാഷ് ഇപ്പോൾ തന്നെ അക്കൗണ്ടിൽ അയച്ചു തരാമെന്നും ആ ഓഫീസർ പറയുന്നു. റോബിൻ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ആരാണെന്ന് മനസ്സിലായിരിക്കുകയാണ് അദ്ദേഹത്തിന്. കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രാജലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്നു. അരികിൽ കൈമളുണ്ട്, നന്ദിനി. കുഞ്ഞിനോടുള്ള എല്ലാ വെറുപ്പും മാറ്റി ഞാൻ അവനെ ഇങ്ങോട്ട് സ്വീകരിച്ചപ്പോ അവന്റെ കഷ്ടകാലവും തുടങ്ങി. എന്താ ഇങ്ങനെ? 1-2 കൊല്ലമല്ല, 19 കൊല്ലമാണ് ഞാൻ എന്റെ കുഞ്ഞിനെ അകറ്റി നിർത്തിയത്. 19 കൊല്ലം. നീ വിഷമിക്കാതെ രാജലക്ഷ്മി. നീ സ്നേഹിക്കാൻ തുടങ്ങിയത് കൊണ്ടല്ല അവന്റെ കഷ്ടകാലം തുടങ്ങിയത്. അവനെ ഉപദ്രവിക്കാൻ നോക്കുന്നത് അവന്റെ ശത്രുക്കളാണ്. അവന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയും ശത്രുക്കൾ എന്ന് കൈമൾ. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അവനോട് ഈ കാലം അവൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്ദിനിയെ മാത്രമാണ്. അവൾക്കാണെങ്കിൽ അതിൽ യാതൊരു പരാതിയുമില്ല. ഇത് കേട്ട് കൈമൾ പറയുന്നു, പരാതിയില്ല എന്ന് മാത്രമല്ല, ഇവളിപ്പോൾ ജയറാമിനെ ജീവനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശത്രുക്കൾ ആരാണെന്ന് കണ്ടെത്തണമല്ലോ. ഹോം നേഴ്സ് കണ്ട് വ്യാജ ID കാർഡൊക്കെ കാണിച്ച് ഇവിടെ കയറി പറ്റിയ ഈ അക്രമം കാണിക്കാൻ ഒരുങ്ങിയവൻ ചെറിയ കക്ഷിയൊന്നുമല്ല. അവിടേക്ക് കാർത്തിയും മീനാക്ഷിയും വന്നു. അയാളുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടമ്മേ, അവരെ കണ്ടുപിടിക്കണം. അതിനെ കാർത്തി വിചാരിച്ചാലേ കഴിയൂ എന്നും നന്ദിനി. മംഗലത്തിലേക്ക് ആ നേഴ്സിനെ അയച്ച ആ ഏജന്റിനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ എന്താണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് കാർത്തി പോകാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി വിളിക്കുന്നു. ഇവരുടെ സംസാരം മൈഥിലി കേൾക്കുന്നുണ്ടായിരുന്നു. പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.